ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദുർഗ ഒരു പാവാ. ആരോടെങ്കിലും എതിർത്ത് സംസാരിക്കാനോ കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യാനോ ഒന്നും അവൾക്ക് അറിയില്ല. അതൊക്കെ വെറുതെ നിങ്ങൾക്ക് തോന്നുന്നതാ. അവളുടെ അമ്മേരെ എന്തെങ്കിലും ഒരു കഴിവ് മോൾക്ക് കിട്ടാതിരിക്കുവോ? ജയശ്രീയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് എന്നും അഭിമാനം മാത്രമേ തോന്നിയിട്ടുള്ളൂ. എന്ത് കാര്യത്തെയും തന്റെ ഇടത്തോടെ നേരിടുവാൻ ജയശ്രീക്ക് കഴിയും. അതെ, എന്നിട്ടും അവൾക്കുണ്ടായ ഗതി എന്താണെന്ന് അറിയാലോ. അപ്പൊ പിന്നെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ മനക്കെട്ടി ഇല്ലാത്ത എന്റെ ദുർഗയുടെ കാര്യം പറയണോ? അമ്മയ്ക്ക് ആ ഒരു സങ്കടം വേണ്ട. നമ്മുടെ ദുർഗയുടെ കല്യാണം ഭംഗിയായി നടത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോകും. അല്ലേ ദേവേട്ടാ? അതെ, ദുർഗമ്മോളുടെ കഴുത്തിൽ താലി വീഴുന്ന മുഹൂർത്തമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. ദുർഗയുടെ കല്യാണം ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടത്തില്ല. എന്താ ഗിരിജ, എന്താ നീ ഇങ്ങനെ ആലോചിച്ച് നിക്കുന്നേ? അതൊക്കെ പറയാം, വാ. എന്താ? നാത്തൂന് ഇവിടെ നടക്കുന്ന വല്ലതും അറിയുന്നുണ്ടോ? എന്താ എന്താ കാര്യം? ആ കുട്ടേട്ടനും അമ്മയും ദേവേട്ടനും കൂടി ആ നാശത്തിന്റെ കല്യാണം നടത്താനുള്ള പ്ലാനില്ല. ആരുടെ? ദുർഗയുടെയോ? അതെ, അയാൾ അവളുടെ കല്യാണം നടത്തിയിട്ട് പോകുന്ന പറയുന്നേ. ഓഹോ, അങ്ങനെയാണോ? എങ്കിലിനി അധിക നാള് അയാൾ ഇവിടെ നിർത്താൻ പാടില്ല. അതെ, എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ പുറത്താക്കണം. ചക്കരമാവിയാണോ? ആഹാ, നിങ്ങൾ മോളെ ഇങ്ങോട്ടും ഉണ്ടെന്നോ? ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ. അതിനെന്താ ചേച്ചി, ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കായിരുന്നു. വേറെ തിരക്കൊന്നും ഇല്ലെങ്കിൽ രണ്ടാൾക്കും എന്റെ കൂടെ വീട്ടിലേക്ക് വന്നൂടെ? മോൾക്കത് വലിയ സന്തോഷാവും. അതിന് ഇനി ഒരുപാട് സമയമുണ്ടല്ലോ ചേച്ചി, അല്ലേ കിരൺ? അതെ, ഇനിയിപ്പോ കല്യാണവും അതിന്റെ ഓരോ ആവശ്യങ്ങൾ വരാൻ പോവല്ലേ. അത് വേറെ, ഇതെന്റെ ധ്വനിമോൾക്ക് വേണ്ടിയാ. കഴിഞ്ഞ ദിവസം ഞാൻ മോക്ക് വാക്ക് കൊടുത്തായിരുന്നു നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന്. മോളെ, ആന്റിയോടും അങ്കിളിനോടും നമ്മുടെ വീട്ടിലോട്ട് വരാൻ പറ. വീട്ടിലോട്ട്. ആ കണ്ടോ, നിങ്ങൾ രണ്ടുപേരും വരാനാ മോള് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ വന്നില്ലെങ്കിൽ അതിനർത്ഥം ധ്വനിമോളോട് നിങ്ങക്ക് സ്നേഹമില്ലെന്നാ. അങ്ങനൊന്നും പറയല്ലേ ചേച്ചി, ഞങ്ങൾക്ക് ധ്വനിമോളെ ഒരുപാട് ഇഷ്ടം. പിന്നെ ആ ഇഷ്ടം വെറുതെ വാക്കിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും വേണം. വാശി പിടിക്കല്ലേ മോളെ. വീട്ടില് പറഞ്ഞില്ല എന്നാണ് പ്രശ്നമെങ്കിൽ അത് പ്രോബ്ലം ഇല്ല. ആ കാര്യം ഞാൻ ഏറ്റു. നിങ്ങളെ ഞാൻ തന്നെ വീട്ടിൽ കൊണ്ട് വിട്ടോളാം. നമുക്ക് പോയിട്ട് വരാം ദുർഗ. ശരി, ഞങ്ങൾ വരാം. മോളുടെ സന്തോഷം കണ്ടില്ലേ? ഈ ചിരി കാണാനാ ഞാൻ നിങ്ങളെ നിർബന്ധിച്ച്. പോവാ മോളെ. വാ ദുർഗ.